1201 മേടമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്ത നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല പുരോഗതിയും ഉണ്ടാകും. പല രീതിയിലും ഉള്ള പുരോഗമനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റുള്ള എല്ലാ രീതിയിലും ഒരു സമൃദ്ധി ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. കടക്കണിയിൽ ആയിരുന്നവർക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മോചനം ലഭിക്കും. കുറച്ച് കടങ്ങളെങ്കിലും വീട്ടുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പല വിജയങ്ങളും നേടാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിൽ തൊഴിൽ ചെയ്യുന്നെങ്കിൽ അതിൽ കുറേ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഒന്നീ പ്രൊമോഷൻ കിട്ടും, അതല്ലെങ്കിൽ ആ ചെയ്യുന്ന തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, അത് വികസിപ്പിക്കാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കൂടി സാധ്യത കാണുന്നുണ്ട് ഈ മാസം. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പൊതുപ്രവർത്തകർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കാം. കൂടാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, കമ്പനികൾ എന്നിവ വരുന്നതിനാൽ ജോലി സാധ്യതയുണ്ട്. ഈ സമയം കൂടുതൽ വ്യവസായങ്ങളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വരുന്നതിനാൽ ജോലി സാധ്യതയും കൂടി കൂടുതലുണ്ടാകുന്നു. വീടിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കാൻ സാധിക്കും. വീടിന് വേണ്ടിയുള്ള വാഷിംഗ് മെഷീൻ, AC, അങ്ങനെ പല സാധനങ്ങളും അവരവരെ കഴിവനുസരിച്ച് വാങ്ങാൻ സാധിക്കും. കണ്ണിലും ഉദരത്തിലുമുള്ള അസുഖങ്ങൾ കുറയും. പല രീതിയിലും കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അതുപോലെ വയറ് സംബന്ധിച്ച് പല അസുഖങ്ങളും, അതൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. ദമ്പതിമാർ തമ്മിലുള്ള കലഹം മാറിക്കിട്ടും. ദമ്പതിമാർ തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്നിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വീഴ്ചകൾ മൂലമുള്ള ഏതെങ്കിലും തരത്തിൽ വീണിട്ട് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും ഒടിച്ചിലും ചതച്ചിലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാനും, അതുപോലെ ഓപ്പറേഷൻ ചെയ്തിട്ട് സ്റ്റീലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലമുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സർക്കാരിൽ നിന്ന് വളരെ ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ, സമൻസുകൾ ഇവയെല്ലാം ഉണ്ടാവുമെങ്കിൽ തന്നെ അതെല്ലാം ഒന്ന് മരവിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുറച്ച് കാലത്തേക്ക് നടപടിയെടുക്കില്ല എന്നാണ് കാണുന്നത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പല രീതിയിലും കലഹം വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് വഴക്കും എല്ലാത്തിനും ഒരു സാധ്യത ഉള്ളതിനാൽ വാക്ക് തർക്കത്തിനും ഒന്നും പോകരുത്. അത് ജയിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ അടിവഴക്കൊക്കെ അടിയും ഒക്കെ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ ബാധിക്കുന്ന കാര്യമായാലും നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. വേറെ ആരെയെങ്കിലും വിട്ട് ഒരു മധ്യസ്ഥത വെച്ചിട്ട് അത് ഒത്തീർപ്പാക്കുക. ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ആവശ്യമില്ല എങ്കിൽ അപ്രധാനമായ യാത്രകൾ ഒഴിവാക്കുക. വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ വിയോഗം കാണുന്നുണ്ട്. പാഴ്സ് ചിലവുകൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. അത് വളരെ നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇനി ഉത്രം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രവചനം നടത്തുന്നത്. 10 വയസ്സ് വരെയുള്ളവർക്ക്, അതായത് ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ധനം, വസ്തുവകകളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അച്ഛനും അമ്മയുടെയും പിന്നെ അവരെ പിതൃസ്വത്ത് പാകം വെച്ച് കിട്ടിയാൽ ഒരു ഓഹരി കിട്ടുന്നതിന് ഒരു സാധ്യതയുണ്ട്. വീടായിട്ടോ പണമായിട്ടോ വസ്തുവായിട്ടോ കിട്ടാം. അത് കൂടാണ്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ സ്വപ്രയത്നം കൊണ്ടൊരു വീട് ഉണ്ടാകുന്നതിനും ഒരു ഭാഗ്യം ഈ മാസം കാണുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി മുതലായ ചില അസുഖങ്ങൾ ഉണ്ടാകാം. 10 മുതൽ 17 വയസ്സ് വരെയുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി ആവശ്യം വരാം. ചെറിയ രീതിയിലുള്ളൊരു സർജറിയാണ്. ചില രോഗങ്ങളും വരാം. പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ചെറിയ രീതി ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടതായി വരാം. അത് ചിലപ്പം അശ്രദ്ധ കാണിച്ചാൽ അത് പോലീസ് പരാതി, കോടതി നടപടിയൊക്കെ ഉണ്ടാവാൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് പോകാൻ സാധിക്കുന്നു. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ധനനാശം കാണുന്നു. അതായത് അവർ വളരെ ശ്രദ്ധിക്കണം. ധനത്തിനൊരു അച്ചടക്കം ഉണ്ടാകണം. യുക്തിയും ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കുക. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. പല ആപത്തുകളും വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇവർക്ക് ഇതിൽ ചില ഉത്തര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം, അതായത് നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം അവർ പ്രതീക്ഷിച്ചതുപോലെ കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ളൊരു സാധ്യതയുണ്ട്.
ചിലപ്പോൾ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു തൊഴിലായിരിക്കും അവർക്ക് ഭാഗ്യം കൊണ്ട് ലഭിക്കുക. അതുപോലെ പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു, സന്താന ഭാഗ്യം ഉണ്ടാകുന്നു, നല്ല മിത്രങ്ങൾ അവർക്ക് ലഭിക്കുന്നു. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് അച്ചടക്ക നടപടികളും കുറച്ച് ദുരന്തങ്ങളും കുറച്ച് പഴികേൽക്കേണ്ടതായിട്ട് വന്നതെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് ധാരാളം ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇവർക്ക് ബുദ്ധിക്കൊരു സ്ഥിരതയുണ്ടാകുന്നു. നേരത്തെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നല്ല പറഞ്ഞത്, കുറച്ച് ആലോചനാശേഷി കുറവുള്ളത് മാറിക്കിട്ടുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാനും ഒരു ഭാഗ്യമുണ്ട്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ഒന്ന് കരുതലോടെ ജീവിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഒരു മാനഹാനി ഈ സമയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ പ്രയാസങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ ധനവും ധാന്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു. വയറിന് ചില പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. ദഹനം സംബന്ധിച്ച പ്രശ്നമാണ് കാണുന്നത്. അതിന് ഫുഡ് പോയ്സൺ വരത്തക്ക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അടുത്ത അത്തം നക്ഷത്രക്കാരുടെയാണ് ഫലങ്ങൾ പറയുന്നത്. 8 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിനൊക്കെ നല്ല ചികിത്സ ലഭിക്കുന്നതിന് അതൊക്കെ മാറിക്കിട്ടുന്നു. ശ്വാസം മുട്ടൽ പോലുള്ള അലർജി സംബന്ധിച്ച രോഗങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. അതുപോലെ കഫത്തിൻ്റെ ഉപദ്രവം ഉണ്ടാകാം. അതെല്ലാം ചികിത്സ ലഭിക്കുന്നതിനാൽ മാറിക്കിട്ടും. രക്തത്തിൽ അണിബാധ വന്നിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടാനും മാറി താമസിക്കാനൊക്കെ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. അതുപോലെ 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ദൈവികമായതും ധർമ്മപരമായതുമായ കാര്യങ്ങൾക്ക് മുടക്കം വരാം. അതായത് പ്രാർത്ഥന അല്ലെങ്കിൽ അമ്പലങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആരാധനാ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് ഒരു മുടക്കം വരാം. വീട്ടിൽ ഉപാസന ഉള്ളവരാണെങ്കിൽ അത് മുടക്കം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുക്കൾക്കൊക്കെ ഒരു ആപത്ത് വരുന്നതായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. പല രീതിയിലും ആപത്തുകൾ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ചില പരാതികൾ ഉണ്ടാകാം. പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ എങ്കിൽ തന്നെയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ തന്നെയും വിദ്യാഭ്യാസം യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു തൊഴിൽ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്കെങ്കിലും ആ ജോലി ചെയ്യുക. പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കിട്ടിയ ജോലി ഉപേക്ഷിക്കാതിരിക്കുക. നല്ല ജോലി കിട്ടിയിട്ട് അത് ഉപേക്ഷിക്കുക. അതുപോലെ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നേരത്തെ പറഞ്ഞ പോലെ കോടതി നടപടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രക്ഷകർത്താക്കൾ ഈ സമയം കൂട്ടി ആരോട് കൂട്ടുകെട്ടുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച പല കഷ്ടപ്പാടുകളും ദുഃഖങ്ങൾക്കും അപമാനത്തിനും എല്ലാത്തിനും പരിഹാരം ഉണ്ടായിക്കൊണ്ട് അവർക്ക് ധനവും ഐശ്വര്യങ്ങളും അവർക്ക് ധാരാളം ലഭിക്കുന്നു. പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് അവർക്ക് വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. വീടും വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇനി നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങളാണ്. പക്ഷേ ഇതിൽ ചില നിങ്ങളെ സുഹൃത്തുക്കളും ബന്ധുക്കളും അത് വിശ്വസിക്കുകയും അതിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ട് നിങ്ങളോട് ഇത്തിരി മോശമായി, അതായത് നിങ്ങളെ ഒരു മോശം അവസ്ഥയിൽ അവർ കാണും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അവർ മനസ്സ് മാറും. അതുപോലെ ചെറിയ ഒരു വാതരോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. ധനലാഭം വരാം, വാഹനങ്ങൾ ഉണ്ടാകാം, മനസ്സമാധാനം കിട്ടാം, ശാരീരിക സുഖമുണ്ടാകാം. അതുപോലെ ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. പക്ഷേ എങ്കിലും ഒരു സുഖ ചികിത്സ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത്. അടുത്ത ചിത്തിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 18 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും അവരെ എല്ലാ കാര്യത്തിനും സഹായിച്ചുകൊണ്ടിരുന്ന
ഒരു ആൾ അവർ മരിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ മരണത്തിന് തുല്യമായിട്ടുള്ളൊരു കോമ സ്റ്റേജിൽ പോവുകയും ചെയ്യാം. എല്ലാത്തിനോടും ഒരു ഭയം ഒരു സാധ്യതയുണ്ട്. ഏതിനും ഒരു ഭയം വരാനുള്ളൊരു സാധ്യത. ചെയ്താൽ പോയാൽ അങ്ങോട്ട് പോയാൽ അങ്ങനെയൊക്കെ ഒരു ഭയം വരാം. പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ സഹിതം അന്യ നാട്ടിലേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വളരെ നല്ല നിലവാരമുള്ള ഒരു ഇതിൽ പഠിച്ച് നല്ലൊരു പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു മികച്ച വിദ്യ നേടുന്നതിനുള്ള കഴിവുണ്ട്. കൂടാതെ തന്നെ അവർക്ക് നല്ലൊരു തൊഴിൽ കിട്ടുന്നതിനും അവർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുവഴി അവർക്ക് സാമ്പത്തിക ലാഭവും ജീവിതത്തിലെ ഒരു അന്തസ്സും ഒരു അഭിമാനവും ഒരു അച്ചടക്കവും എല്ലാം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ സമയത്ത് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും കൂടി സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരി അവർക്ക് നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നതാണ് ഈ സമയം. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അത് നിങ്ങളോട് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ നിങ്ങൾക്ക് കുറിച്ച് വേണ്ടാധീനം പറഞ്ഞ് വരുത്തുകയും അത് ഒടുവിലൊരു പോലീസ് പരാതിയും കോടതി നടപടിയൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. അതിനതൊന്ന് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ദമ്പതിമാർ തമ്മിൽ ഈ കാരണത്താൽ തന്നെ അവർ തെറ്റിപ്പിരിയുന്നതിനും കൂടി ഒരു സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികൾ പലരും അകന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കാറുന്നതിനും ഒരു സാധ്യതയുണ്ട് ഈ സമയത്തേക്ക് അവിടെ പോയി താമസിക്കുന്നതിന്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കുറേ ദുഃഖങ്ങൾക്ക് വളരെയധികം ശാന്തി ലഭിക്കുന്നു. ശരീരസുഖവും മനസ്സുഖവും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നു. മനസ്സിന് വളരെയധികം ശാന്തി ലഭിക്കുന്നു. അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ വേറെ നല്ലൊരു സമയമാണ് അവർക്കിത്. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് അതിന് മുകളിലോട്ടുള്ളവർക്ക് അവർക്ക് പുത്രനും പുത്രിയും വേറെ കുട്ടികളെല്ലാവരുമായിട്ട് വളരെയധികം സന്തോഷപൂർവ്വം താമസിക്കാൻ വേണ്ടിയുള്ള ഒരു അവരുടെ കാലഘട്ടങ്ങൾ വളരെ നല്ലതായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിൽ നല്ലതും ചീത്തയായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. നിങ്ങൾ നല്ല നിക്ഷേപങ്ങളിലാണ് നിങ്ങളെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പിൻവലിക്കാൻ സാധിക്കും. മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളാണെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കിട്ടുക തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.